ഭർത്താവിനെ അനുസരിക്കുന്നത് കൊണ്ട് ഭാര്യ സ്വർഗത്തിലെത്തുന്നല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ആ അനുസരണം കൊണ്ട് ഭാര്യക്ക് മാത്രമല്ല, ഭാര്യയുടെ ഉപ്പക്കും ഉമ്മക്കും വരെ അല്ലാഹു സ്വർഗം കൊടുക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ കാലത്തൊക്കെയുള്ള അനുസരണം നോക്ക് നിങ്ങൾ. ഇന്ന് പലതിന്റെയും പേര് പറഞ്ഞിട്ട് ചിലപ്പോഴൊക്കെ ഭർത്താക്കന്മാര് ജോലി മതിയാക്കിയിട്ട് ക്ഷീണം കൊണ്ട് ഉച്ചക്ക് വീട്ടിൽ വന്നു നോക്കുമ്പോ ഉച്ചക്ക് ആളെ കാണുന്നില്ല. കാരണം ഫോൺ വിളിച്ചിട്ടൊന്നുമില്ല, വരുന്ന പേരൊന്നും കിട്ടിയിട്ടില്ല. ഭർത്താവ് സാധാരണ 5:30-6 മണിക്കാ എത്താറുള്ളത്. അത് കണ്ട് ഇറങ്ങിയതാണ്. എങ്ങോട്ട്? അവിടെ ഒരു ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട്, തേങ്ങാ പുണ്ണാക്ക് ഫെസ്റ്റിവല്. കാണുന്ന പോസ്റ്റർ ഒട്ടിച്ച മുഴുവൻ ആഘോഷങ്ങൾക്ക് ഇറങ്ങാൻ. എന്നിട്ട് അവിടെ കാണുന്ന ആളുകളോടൊക്കെ കിന്നരിക്കുകയാണ്. പിന്നെ എന്ത് കൂട്ടുജീവിത, എന്ത് സ്നേഹജീവിതാണ്, എന്ത് സന്തോഷമുള്ള ഇസ്ലാമിക ജീവിത സഹോദരങ്ങളെ. തിരിച്ചു വന്നു നോക്കി ഇയാൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടി വീട്ടിലെത്തി നോക്കുമ്പോ വീട്ടിലാരുമില്ല. വിളിച്ചു നോക്കുമ്പോ താക്കോൽ അവിടെ ഉണ്ട്. ഞാൻ അർജന്റായിട്ടൊരു സംഗതിക്ക് പുറത്തിറങ്ങി പോകുന്നതാണ്. എവിടെയുള്ളത്? ഞാൻ ഇന്ന സ്ഥലത്തുണ്ട്. അർജന്റ് എന്താ അറിയാൻ വേണ്ടിയിട്ട് ഭർത്താവ് ഒന്ന് ഭക്ഷണം കഴിച്ചിട്ട് വാഹനം എടുത്ത് പോയി നോക്കുമ്പോ ഭർത്താവ് കാണുന്ന കാഴ്ച എന്താ പറയുക? നിങ്ങൾ ഫെസ്റ്റിവലിന് പോയോർത്തുനിന്ന് ഒരു കസേര അപ്പുറത്തും ഇപ്പുറത്തിട്ട് ഒരാളോട് അങ്ങനെ കിന്നരിക്കാണ്. അപ്പൊ അപ്പുറത്തുള്ള ആള് മൊബൈലിലൂടെ ഇപ്പുറത്തേക്കും ഇപ്പുറത്തുള്ള ആൾ അപ്പുറത്തേക്കൊക്കെ എല്ലാ കണക്റ്റും ചെയ്ത് സംഗതി നടന്ന് പൂർത്തിയായിട്ടുണ്ട്. പിന്നെ കുറഞ്ഞ കാലേ ആ ഭർത്താവിന്റെ കൂടെ ആ ഭാര്യ ജീവിക്കുന്നുള്ളൂ. ഇത്രയും കാല ജീവിതത്തിന് കൊടുത്ത നന്ദികേടാണത്. പുറത്തിറങ്ങേണ്ട ഒരാവശ്യമില്ല. അത്യാവശ്യങ്ങൾക്ക് പുറത്തിറങ്ങണം, അത് ഇസ്ലാം അനുവദിച്ചിട്ടുണ്ട്. അതിനെന്തെല്ലാം മാർഗങ്ങളുണ്ട്. ആ മാർഗങ്ങളിലേക്കൊന്നല്ല ഇപ്പൊ പുറത്തിറങ്ങുന്നത്. അനുസരണക്കേടിന്റെ പര്യായങ്ങളായി മാറരുത് സഹോദരിമാരെ, ദയവ് ചെയ്ത്. നമ്മുടെ തലമുറയായി വളർന്നു വരുന്ന മക്കളില്ലേ, അവരെ കൊണ്ട് ദുനിയാവിലും ആഖിറത്തിലും നമുക്കൊരു സുഖവും ലഭിക്കൂല. നല്ല നിലക്ക് നമ്മൾ അവർക്ക് ജീവിതം മാതൃകയാക്കി കൊടുത്തെങ്കിലേ അവരെ കൊണ്ട് നമുക്ക് ദുനിയാവിലും ആഖിറത്തിലും ഖൈറ് ലഭിക്കൂ. ഭക്ഷണം കൊടുത്തു എന്നുള്ളത് കൊണ്ട് മാത്രം മക്കൾ അനുസരിച്ച് നന്നാകും എന്ന് കരുതരുത്. നിങ്ങൾ അവർക്ക് വിദ്യാഭ്യാസം കൊടുത്തു എന്ന് മാത്രം കൊണ്ട് അവരനുസരിച്ച് നന്നാകുമെന്ന് കരുതരുത്. ഏറ്റവും വലുത് നിങ്ങളുടെ ജീവിതത്തിന്റെ സംശുദ്ധിയും പരിശുദ്ധിയും സ്നേഹജീവിതവുമാണ്. അതില്ലേ മക്കളെ ഖൈറായ രൂപത്തിൽ ലഭിക്കൂല. നിങ്ങൾ ദ്വാരുന്നത് കൊണ്ട് മാത്രം കാര്യമായില്ല. നിങ്ങള് ആ മക്കൾക്ക് ഇത്രത്തോളം വിദ്യാഭ്യാസം കൊടുത്തു എന്ന് ആരോടും പറഞ്ഞിട്ട് കാര്യമായില്ല. മാതൃക കാണിച്ചു കൊടുക്കേണ്ട രൂപഭാവങ്ങൾക്ക് വഴിമാറിപ്പോയാൽ പിന്നെ എങ്ങനെയാ സഹോദരങ്ങളെ രൂപഭാവത്തിൽ ലഭിക്കുക? ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളെ പോലത്തെ മഹതിമാരുടെ അനുസരണം എത്ര വലിയ അനുസരണമാണ് നിങ്ങൾ നോക്ക്. ചെറിയ അനുസരണമാണോ? ഒരിക്കലുമല്ല. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാലത്ത് ഒരു ചെറുപ്പക്കാരൻ വീട്ടിൽ നിന്ന് പോകുമ്പോ രണ്ട് മുകൾ ഭാഗത്ത് ഒരു നിലയുള്ള വീടാണ്. മുകൾ ഭാഗത്ത് തട്ടുണ്ട്, താഴ്ഭാഗത്തുണ്ട്. താഴ്ഭാഗത്ത് താമസിക്കുന്നത് സ്വന്തം ഇണയുടെ ബാപ്പയും ഉമ്മയും അടങ്ങുന്ന കുടുംബമാണ്. മേൽഭാഗത്ത് ഈ പെണ്ണും ഭർത്താവും അവരെ മക്കളും മുകൾ ഭാഗത്ത് താമസിക്കുന്നു. സൗകര്യങ്ങളൊക്കെ ഉള്ള വീടാണ്. ഭർത്താവ് ജോലിക്ക് പോകുമ്പോ ഭാര്യയോട് പറഞ്ഞു, ഞാൻ ഇവിടുന്ന് പോവുകയാണ്, അല്ലാ തൻസലി മിനൽ ഉലുവി ഇല സുഫിലി, മേൽഭാഗത്തുനിന്ന് താഴോട്ടിറങ്ങരുത്, മുകളിൽ തന്നെ നീ നിന്ന് താമസിക്കണം. സൗകര്യങ്ങളൊക്കെ ഇവിടെയുണ്ട്, ജീവിക്കാൻ എല്ലാവിധ സൗകര്യങ്ങളും സംവിധാനങ്ങളും ഉണ്ട്. സുബ്ഹാനല്ലാഹ്, ഭർത്താവ് ജോലിക്ക് പോയതാണ്. കുറെ ദിവസങ്ങൾ കഴിഞ്ഞേ ഇനി വീട്ടിലേക്ക് വരൂ. അതിനിടക്ക് സ്വന്തം ഉപ്പക്ക് സുഖമില്ലാതെയായി. ഉപ്പാന്റെ വീട്ടിലേക്ക് കുറെ ദൂരം പോകണോ? താഴ്ഭാഗത്താണ് ഉപ്പ താമസിക്കുന്നത്. ഒരേ വീടിന്റെ താഴ്ഭാഗത്ത് താമസിക്കുന്ന ഉപ്പാക്ക് അസുഖമായപ്പോ ഈ പെണ്ണൊരാളെ പറഞ്ഞയച്ചു ഇലാ ഹദറത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിനോട് വിഷയം ചോദിക്കാൻ. എന്റെ ഭർത്താവ് വീട്ടിൽ നിന്ന് പോകുമ്പോ എന്നോട് പറഞ്ഞൊരു കാര്യമാണ്, അല്ലാ തൻസലി മിനൽ ഉലുവി ഇല സുഫിലി, മേൽഭാഗത്തുനിന്ന് താഴോട്ട് ഇറങ്ങരുത്. സൗകര്യങ്ങളും സംവിധാനങ്ങളൊക്കെ മുകളിലുണ്ട്,
പക്ഷേ എന്റെ ഉപ്പാക്ക് സുഖമില്ല നബിയെ, ഞാൻ എന്ത് ചെയ്യണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ബാപ്പക്ക് മക്കള് സ്നേഹം കൊടുക്കണമെന്ന് കൽപ്പിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുൻഗണന കൊടുത്തതറിയുമോ ഉമ്മമാരെ? തങ്ങൾ പറഞ്ഞു ആ പെണ്ണിനോട്, അത്തിഈ സൗജകീ, നിന്റെ ഭർത്താവിന് നീ വിധേയപ്പെടൂ പെണ്ണേ, നിന്റെ ഭർത്താവിന് നീ അനുസരിക്കണം. അതുകൊണ്ട് അല്ലാഹു നിനക്ക് ഖൈറ് നൽകും. നീ അനുസരിക്കണം, നീ അവിടെ തന്നെ നിന്നോളൂ. ബാപ്പാനെ ശുശ്രൂഷിക്കാൻ ആളുകൾ വേറെയും ഉണ്ട്, ഉമ്മയുണ്ട്, മറ്റു മക്കളുണ്ട്, പലരും ഉണ്ട്. ഇങ്ങനൊരു നിർദ്ദേശം ഭർത്താവ് പറഞ്ഞില്ലേ, ആ നിർദ്ദേശം നീ അനുസരിക്കണം. ഒരു ഭാഗത്തേക്ക് മാത്രം ചാരി സംസാരിച്ചതല്ല തങ്ങൾക്ക് എല്ലാ വശങ്ങളും അറിയാം. കുറച്ചുകൂടി ദിവസങ്ങൾ കഴിഞ്ഞു ഉപ്പ മരണപ്പെട്ടു. ആലോചിച്ച് നോക്ക് നിങ്ങൾ. ഉപ്പാന്റെ മുഖം അവസാനം ഒന്ന് കാണാൻ പൂതിയില്ലേ, ആഗ്രഹല്ലേ? ആ പെണ്ണ് വീണ്ടും നിർദ്ദേശാനുസരണം മാത്രം ജീവിക്കുന്ന ആ പെണ്ണ് പറഞ്ഞയച്ചു, നബിയെ എന്റെ ഉപ്പ വഫാത്തായിട്ടുണ്ട്, ഞാൻ എന്ത് ചെയ്യണം? ഭർത്താവ് വന്നോ? ഇല്ല. ഈ സൗജക്കി തങ്ങൾ അപ്പോഴും പറഞ്ഞു, നിന്റെ ഭർത്താവിന് നീ വിധേയപ്പെട്ട് അനുസരിച്ച് കഴിയണം. പക്ഷെ അതിന്റെ സന്തോഷം ആ ഉപ്പാക്ക് കിട്ടി. ബുദ്ധിമുട്ടാക്കിയത് കരുതരുത്. ആ ഉപ്പാനെ ഖബറിലേക്ക് വെച്ച് കല്ലൊക്കെ വെച്ചിട്ട് മണ്ണിട്ട് മൂടിയ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സ്വഹാബിനെ വിളിച്ചിട്ട് പറഞ്ഞു, വീട്ടിന്റെ മുകളിൽ താമസിക്കുന്ന ഒരു പെണ്ണുണ്ട് ആ സ്ഥലത്ത്. സ്ഥലം പറഞ്ഞു കൊടുത്തു. അവിടെ പോയിട്ട് ആ പെണ്ണിനോട് പറയണം ഒരു സന്തോഷം, അന്നല്ലാഹ ഖദ് ഗഫറ ലി അബീഹാ ബിത്വഅതിഹാ ലിസൗജിഹാ. ഖബറിൽ കിടക്കുന്ന ബാപ്പക്ക് സുഖം കിട്ടിയ സന്തോഷം പറയാണ്. മരിച്ച് ഖബറിലെത്തിയ ഉപ്പയില്ലേ, ഉപ്പാക്ക് എല്ലാം അല്ലാഹു മാപ്പാക്കി കൊടുത്തു, ഉപ്പാക്ക് എല്ലാം അല്ലാഹു പുറത്തു കൊടുത്തു. എന്തേ കാരണം? ബിത്വഅതിഹാ ലിസൗജിഹാ, ഭർത്താവിന് സ്വന്തം മകൾ വിധേയപ്പെട്ട് അനുസരിച്ചതുകൊണ്ട് ഈ മരിച്ചുപോയ ഉപ്പക്ക് വലിയ സന്തോഷം കിട്ടി. ആ പെണ്ണിനോട് പോയിട്ട് പറയാൻ, ആ മുകളിലിരിക്കുന്ന ആ പെണ്ണിന് എത്ര സന്തോഷം കിട്ടിയെന്നറിയോ? അൽഹംദുലില്ലാഹ്, ഒറ്റക്ക് ആഖിറത്തിലേക്ക് നീങ്ങിയിട്ട് ആഖിറത്തിൽ ആദ്യത്തെ കവാടമായ ഖബറിലേക്ക് എത്തിയ എന്റെ പൊന്നുപ്പാക്ക് യാതൊരു പ്രശ്നമില്ലാതെ നല്ല സുഖം കിട്ടിയല്ലോ, സന്തോഷം കിട്ടിയല്ലോ. ഞാൻ എന്റെ ഭർത്താവിന് അനുസരിച്ചത് കൊണ്ട് എന്റെ ബാപ്പക്ക് എന്തൊരു സുഖം കിട്ടി. നമ്മളെ ജീവിതത്തിൽ മാത്രല്ല അതിന്റെ സന്തോഷം ലഭിക്കുന്നത്, സുഖം ലഭിക്കുന്നത്. ഉമ്മമാര് നമ്മുടെ ബാപ്പക്ക്, നമ്മുടെ ഉമ്മക്ക്, നമ്മുടെ മക്കൾക്ക് എല്ലാം ഉണ്ട് ആ അനുസരണത്തിന്റെ ഗുണം. അതുകൊണ്ട് നല്ല പൊരുത്തത്തോടെ അനുസരിച്ചുകൊണ്ട് നല്ല സന്തോഷത്തോടുകൂടെ ജീവിക്കണം. കൂട്ടുജീവിതം നയിക്കുന്നിടത്ത് നല്ല റാഹത്തോടുകൂടെ ജീവിക്കണം. സന്തോഷമുള്ള അവസ്ഥകൾ